ഡ്രൈവർ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെയും 2 വളവുകൾ. ദൃക്സാക്ഷിയായി മാറിയ യാത്രക്കാരൻ പറയുന്നു. അപകട സമയം യാത്രക്കാർ എല്ലാം നല്ല ഉറക്കമായിരുന്നു. അപകടത്തിന്റെ ദൃക്സാക്ഷിയായി മാറിയ യാത്രക്കാരനാണ് കിഴക്കേനട പരമേശ്വരത്ത് പ്രകാശ്. അദ്ദേഹം അനുഭവം പങ്കുവയ്ക്കുന്നു. തഞ്ചാവൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. ബസ്സിൽ 2 ഡ്രൈവർമാർ ഉണ്ടായിരുന്നു. കമ്പത്ത് മുന്തിരിത്തോട്ടം കാണാൻ പോകാൻ സാധിച്ചില്ല. ഏകദേശം അരമണിക്കൂറോളമേ അവിടെ ചിലവഴിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ കുമളിയിൽ നിന്ന് ഡീസൽ അടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട ശേഷമാണ് അപകടമുണ്ടായത്. ഈ സമയം എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ബാക്ക് സീറ്റിൽ ഇരുന്ന പ്രകാശ് ഉറങ്ങിയിരുന്നില്ല. ഡ്രൈവർ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞു. ഇറക്കത്തിൽ വേഗത കൂടിയെങ്കിലും അതിനുശേഷം 2 വളവുകൾ കൂടി തിരിഞ്ഞ് മുന്നോട്ട് പോയ ശേഷമാണ് കൊക്കയിലേക്ക് പറഞ്ഞത്. വണ്ടി താഴേക്ക് പതിച്ച ശേഷം പുറത്തിറങ്ങിയപ്പോൾ കാട്ടിൽ അകപ്പെട്ട പോലെയാണ് അനുഭവപ്പെട്ടത്. ഇരുട്ടിൽ ഒന്നും കാണാൻ കഴിയുമായിരുന്നില്ല. പിന്നീട് മുകളിൽ നിന്ന് ആളുകൾ അറിഞ്ഞെത്തിയ ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ലഗേജ് സ്റ്റാൻഡിൽ തൂങ്ങിക്കിടന്നാലാണ് രക്ഷപ്പെട്ടതെന്ന് പ്രകാശ് പറയുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനത്തിലാണ് പ്രകാശ് ആശുപത്രിയിലെത്തിയത്. പ്രകാശിന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന അയൽവാസി ബിന്ദു നാരായണൻ അപകടത്തിൽ മരിച്ചു. ഇടുക്കി ജില്ലയിലെ പുല്ലുപാറയ്ക്ക് സമീപം ഇന്ന് രാവിലെ 6ഓടെയാണ് അപകടമുണ്ടായത്. മാവേലിക്കര സ്വദേശികളായ അരുൺ, ഹരി, രമാമോഹൻ, സംഗീത്, ബിന്ദു എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ ബസ്സിനടിയിൽപ്പെട്ടവരാണ് മരിച്ചതെന്നാണ് വിവരം. പരിക്കേറ്റ മറ്റുള്ളവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്.